നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. കോട്ടയത്ത് SFIയുടെ പോസ്റ്റ് ഓഫീസ് മാർച്ച്, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൂരാപ്പടയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്ത സംഭവം ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് BJP. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും ആക്ഷേപം. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു. ഡോക്ടർ MK റാമിന്റെ അറസ്റ്റും നാടകം. ഇളംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, 2 കാറുകളിലെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് പൊൻകുന്നം മണിമല സ്വദേശികൾക്ക്. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന സമരത്തോടനുബന്ധിച്ച് കോട്ടയത്ത് SFIയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ഡൽഹി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് സമരത്തിൽ പങ്കെടുത്തത്. കോട്ടയം കളക്ട്രേറ്റ് പടിക്കൽ നിന്നും മാർച്ച് ആരംഭിച്ചു. പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രവിഷ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്നുള്ളത് നിഷേധിക്കാൻ വേണ്ടിയുള്ള പലവിധങ്ങളായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, ഒരു മാസക്കാലമായി ഇവിടെ സമരങ്ങൾ നടക്കുന്ന സമയത്ത്, അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ വേണ്ടി, അതിനൊന്ന് അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിട്ടില്ല, ധർമ്മേന്ദ്ര പ്രധാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ വിദ്യാർത്ഥികളെ തന്നെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോലും തയ്യാറാവാത്ത വിധത്തിലേക്കാണ് പോകുന്നത്. ഇതിനെതിരെ സമരം എന്നുള്ള നിലയിലേക്ക്, കൃത്യമായി SFI എന്നുള്ള നിലയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വരികയാണ്. ജോലിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് സർക്കാരിന്റെ നടപടി കൊണ്ട് തകർന്നതെന്ന് പ്രവിഷ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അസ്ലം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സിബിൻ, നികിത ആദിത്യ, വൈഷ്ണവി ഷാജി, ജില്ലാ സെക്രട്ടറി രാഹുൽ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൂരാപ്പടയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് BJP ആവശ്യപ്പെട്ടു. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും BJP അയർക്കുന്ന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കൂരാപ്പടിയിലെ ആത്മഹത്യാ സംഭവത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് BJP അയർക്കുന്ന മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ധനകാര്യ സ്ഥാപനത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു മരിച്ച ജോസ്നയ്ക്ക് ചിട്ടി നടത്തിപ്പിൽ ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി ആരോപണമുണ്ട്. ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളതായും പറയപ്പെടുന്നു. ഈ തുകകൾ എന്തിനു വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിലും ദുരൂഹതയുണ്ട്. കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്തിട്ടും അന്വേഷിക്കാതിരുന്ന പുതുപ്പള്ളി MLA, ഒരു മുൻ മന്ത്രി എന്നിവർക്ക് സംഭവം മൂടിവെക്കുന്നതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ പറഞ്ഞു. ഈ കുട്ടി തിരിച്ചു വന്നാൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലീസ് പറയുന്നതുമായി ബന്ധപ്പെടാത്തതാണെങ്കിൽ പോലീസ് ആദ്യം ഒരു പ്രസ്താവന ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചാൽ ഇത് പോലീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന മനസ്സിലാക്കിയ പോലീസിന്റെ ചില ബുദ്ധികളുടെ ഇടപെടലാണോ ഇത് ഇത്രയും 3 ദിവസം ഈ വിവരത്തെ വലിച്ചു നീട്ടിയെന്ന് സംശയമുണ്ട്. ഇനി അത് തന്നെയല്ല, അവിടെ നിന്ന് 32 മുതൽ 50 വരെ പാസ്ബുക്കുകൾ ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെതാണെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ധനകാര്യ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണം നടന്നതായിട്ടോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ MLA കഴിഞ്ഞ 3 ദിവസമായി ഇത്രയും പൈശാചികമായ ഒരു സംഭവം നടന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ശബ്ദിക്കുന്നതായി മാധ്യമങ്ങളിൽ നമുക്ക് ദൃശ്യമായിട്ടില്ല. ഒപ്പം കോൺഗ്രസിന്റെ ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനം, ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യില്, കോൺഗ്രസിന്റെ UDFന്റെ ഒരു കൺവീനർ മാത്രം ദിവസേന 3 ദിവസമായി മാധ്യമങ്ങളിൽ പ്രസ്താവനകൾ കൊടുക്കുന്നതായി കാണുന്നു. എന്നാൽ ആ നാട്ടിൽ പരക്കെയുള്ളൊരു സംസാരം കോൺഗ്രസിന്റെ തന്നെ ഒരു പഴയകാല നേതാവ്
അയാളുടെ ഈ ആരോപണ വിധേയമായ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഇന്ന് ഈ പോലീസ് അന്വേഷണം പോലും ഇതേപോലെ ദുരൂഹമായി പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് നാട്ടിൽ പരക്കെയുള്ള ഒരു സംസാരം. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. ജോസ്നയുടെ മകൾ മരിയ തോമസിന്റെ ബുക്കിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പും മരണമൊഴിയും ധനകാര്യ സ്ഥാപനത്തിന്റെ ചിട്ടി പാസ്ബുക്കുകളും പുറത്തു കൊണ്ടുവരണം. ധനകാര്യ സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥയ്ക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ സത്യാവസ്ഥ അധികൃതർ വ്യക്തമാക്കണം. വ്യക്തമായ ഉത്തരം കിട്ടാത്ത പക്ഷം പ്രതിപക്ഷ സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ, കൂരോപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് താഴത്ത്, ജനറൽ സെക്രട്ടറി KK രാജൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. അഞ്ചരക്കണ്ടി സ്വകാര്യ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിൽ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭാരവാഹികൾ കോട്ടയത്ത് പറഞ്ഞു. ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് വെറും നാടകം മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വകാര്യ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സത്യസന്ധമായി നടത്തുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പും ക്രൈംബ്രാഞ്ചും പൂർണ്ണമായി പരാജയപ്പെട്ടതായി അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒന്നാം പ്രതി ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് പോലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. MK റാം മാത്രമല്ല കുറ്റവാളിയെന്നും മറ്റു പ്രതികളുടെ പങ്കിനെക്കുറിച്ച് നാളിതുവരെ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം മറച്ചു വെച്ചിരിക്കുകയാണെന്നും അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സംസ്ഥാന ഭാരവാഹി M ഗീതാനന്ദൻ പറയുന്നു. ഇതിൽ വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ്. പ്രത്യേകിച്ചും ഫോറൻസിക് തെളിവുകൾ, അത് IT ആയിട്ട് ബന്ധപ്പെട്ട ഫോറൻസിക് ആണെങ്കിലും സാധാരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഫോറൻസിക് ഡാറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ IT ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ഫോറൻസിക് തെളിവുകളായിട്ട് വരുന്നതാണ്. അതിലൊട്ടേറെ കാര്യങ്ങൾ മറച്ചു വെച്ചു, മൂടി വെച്ചു എന്ന് കുടുംബം തന്നെ നേരത്തെ ആവശ്യപ്പെട്ടു. അപ്പോൾ അത്തരം സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് വളരെ പ്രസക്തമാണ്. ആ ദിശയിലേക്കല്ല അവർ പോയത്. കൂടുതലും ഈ ഓൺലൈൻ ആപ്പുമായി ബന്ധപ്പെട്ട തെറ്റായൊരു ദിശയിലേക്കാണ് പോയത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ദിശയിലേക്ക് അന്വേഷണം വരണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതിന് കെൽപ്പുള്ള ഒരു ടീമാണ് വരേണ്ടത്. ഫോറൻസിക് അന്വേഷണമോ കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാരണത്താൽ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് അംഗീകരിക്കപ്പെടാതെ പോയത് നിയമസംവിധാനത്തിന്റെ ഏകപക്ഷീയതയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഭവത്തിൽ ദളിത് സമൂഹത്തിന്റെ ആത്മരോഷത്തെ മാനിക്കുന്നതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കേരള പോലീസിനും കഴിഞ്ഞിട്ടില്ലെന്നും ADF ഭാരവാഹികൾ പറയുന്നു. ഭാരവാഹികളായ IR സദാനന്ദൻ, K അംബുജാക്ഷൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച അപകടം. 2 കാറുകളിലുമുള്ളവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ പൊൻകുന്നം സ്വദേശി റെജി തോമസ്, മണിമല സ്വദേശി ടിൻസി, ആലപ്ര സ്വദേശി ബിൻസി എന്നിവരെ ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് പാലാ പൊൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിരുന്നു അപകടം. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പൊൻകുന്നത്ത് UDF പ്രതിഷേധ പ്രകടനം നടത്തി. UDF ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജന്തർ മന്ദിറിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പോലീസും നടത്തിയ ലാത്തിചാർജിലും പ്രതിഷേധിച്ച് UDF ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊൻകുന്നം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും MPമാരെയും അറസ്റ്റ് ചെയ്തതിലും സമരക്കാർ പ്രതിഷേധിച്ചു. പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷ മുതൽ കേന്ദ്രം നടത്തുന്ന മുഴുവൻ പരീക്ഷകളിലും അട്ടിമറി നടത്തിക്കൊണ്ട് ആ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുകൾ, പരീക്ഷാ ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുകൊണ്ട് BJPയും സംഘപരിവാർ പ്രസ്ഥാനവും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തകർത്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കിരാതമരണം ഈ രാജ്യത്തെ യുവതലമുറയെ, വിദ്യാർത്ഥികളെ നശിപ്പിച്ചു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ വൻ പ്രതിഷേധം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാം UDF മണ്ഡലം ചെയർമാൻ CA അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. സനോജ് പനക്കൽ, PA സലീം,
ടി.എ. ഷിഹാബുദ്ദീൻ, സാവിയോ പാമ്പുരി, സജി തോമസി, ജി. രാജൻ, സേതു മാന്താടൻ, തോമസ് മണ്ണാത്ത്, ശ്യാം ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കർഷക സംഘം പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി പാമ്പാടിയിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കും ഇന്ത്യ-US കാർഷിക കരാറിനുമെതിരെ കേരള കർഷക സംഘം പുതുപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. പാമ്പാടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് EK കുര്യൻ യോഗത്തിൽ അധ്യക്ഷനായി. ഏരിയ ട്രഷറർ CV ചാക്കോ, ഷിബു കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി കർഷകർ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി സംസ്ഥാന ക്യാമ്പ് ഈ മാസം 25-26 തീയതികളിൽ തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നടക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ജൂലൈ 26-ന് രാവിലെ 9:30 നടക്കുന്ന ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് VB ബിനു കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ജൂലൈ മാസം 25-ാം തീയതി സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 14 ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഡെലിഗേറ്റ്സ് ആണ് കോട്ടയത്തേക്ക് വരുന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് 25-ാം തീയതി രാവിലെ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 26-ാം തീയതി നടക്കുന്ന ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനം ഞായറാഴ്ച രാവിലെയാണ്. ഈ 26-ാം തീയതി ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി CPIM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി തന്നെ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു. അതിന്റെ അധ്യക്ഷൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ KC ജോസഫ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് N സുരേഷ് അധ്യക്ഷനായി. KPCC മെമ്പർ തോമസ് കല്ലാടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ സതീഷ് ചൊള്ളാനി, സാബു എബ്രഹാം, R മനോജ്, ബിജോയ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. കോട്ടയത്ത് SFIയുടെ പോസ്റ്റ് ഓഫീസ് മാർച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൂരാപ്പടയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്ത സംഭവം ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് BJP. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും ആക്ഷേപം. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു. ഡോക്ടർ MK റാമിന്റെ അറസ്റ്റും നാടകം. ഇളംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. 2 കാറുകളിലെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് പൊൻകുന്നം മണിമല സ്വദേശികൾക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.